friends, welcome back to my channel Live Your Life Nanda. നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ട് ഒരാളും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. റൂബി സൂക്ഷിച്ച് വീഴരുത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞില്ല, ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. റൂബി ഹായ് പറ. എന്നെ നടക്കുന്നു. ഇവിടെ വാ. റൂബി അങ്ങോട്ട് പോകരുത്. റൂബി നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ എല്ലാരും പുറത്തു പോയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയതാണ്. ഞങ്ങളിപ്പോ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. പോകരുത്. നിന്റെ ദൈവമേ, ബാക്ക് ആണോ കാണിക്കുന്നത്? വീഡിയോയിൽ ആദ്യമായിട്ട് വരുമ്പോ ഫ്രണ്ട് കാണിച്ചു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ഏതാണ് ചാലഞ്ച്? ബ്ലൈൻഡ് ചാലഞ്ച്. ബ്ലൈൻഡ് ചാലഞ്ച് അല്ല, ബ്ലൈൻഡ് ടെസ്റ്റ്. ബ്ലൈൻഡ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മള് ബ്ലൈൻഡ് ആണ്. ബ്ലൈൻഡ് ടെസ്റ്റ് ചാലഞ്ച്. ഓക്കെ, നിങ്ങൾക്ക് ഇടയ്ക്ക് ചെറുതായിട്ടൊരു കിലികില സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അത് റൂബിയാണ്. റൂബി ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നതുകൊണ്ട് റൂബി നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു. ഇതാണ് നമ്മുടെ റൂബി. ഒരു ഹായ് പറ റൂബി. ഇല്ല, റൂബിക്ക് താല്പര്യമില്ല. അന്ന് താഴെ പോണോ? താഴെ പോണം. റൂബി ഞങ്ങളുടെ കെട്ടിയിട്ടേക്കാണ്, അല്ലെങ്കിൽ പുറത്തൊക്കെ ഓടിപ്പോകും. അപ്പോൾ റൂബിയും കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോ ചെയ്യാൻ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെ കിലുങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കും. അത് ആ ചങ്ങലയുടെയാണ്. ആൻഡ് അപ്പൊ നമ്മൾ ഇന്നത്തെ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു 5 ഐറ്റം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീരജ് ഒരു 5 ഐറ്റം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. അപ്പൊ ഞാൻ ഈ 5 ഐറ്റം ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പം നീരജ് അത് കണ്ണ് കെട്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം ഇത് ഏത് സംഭവമാണ്. ഇപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ്. അതേപോലെയാണ് തിരിച്ചും. സോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത്. ഈ ചാലഞ്ച് നിങ്ങൾ ഫുൾ ഇരുന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തേ തൊട്ടോ. ഞാൻ തന്നെ തരണോ? അയ്യോ പാവം, അതവിടെ കിടക്കായിരുന്നു. കണ്ടില്ല. ഫസ്റ്റ് ആയിട്ട് എനിക്ക് ചേച്ചി ഒട്ടും വിശ്വാസമില്ല. അങ്ങനെ ചിലപ്പോ കടിക്കുന്നത്. ഓ, ഇത് മറ്റേ എഗ് വീറ്റ് ചെയ്ത സാധനം. എഗ് വീട്ട്. ഓക്കെ, എന്തായാലും കണ്ടുപിടിച്ചു. ഒരു പോയിന്റ്. ഫസ്റ്റ് വട്ടം കണ്ണൂർ നോക്കോ. ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയാൽ മതി. ഇതാണ് ഉദ്ദേശിച്ച സാധനം. ഇതല്ലേ? അതെ അതെ. അപ്പൊ നമ്മളെ ഫസ്റ്റ് ഐറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്ത് എനിക്കാണ് ടെസ്റ്റ്. നമുക്ക് നോക്കാം. അയ്യോ, കാണാവോ? എത്ര? ഒന്നും കാണാൻ വയ്യ. എത്ര? 4. ഓക്കെ, ഞാൻ വിശ്വസിച്ചെന്നാലും ഓക്കെ. എടി കണ്ണും കാണാൻ വയ്യടി ശരിക്കും. സൂക്ഷിച്ചു തുടങ്ങണം, പേടിക്കരുത്. ഓക്കെ, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അതൊക്കെയൊക്കെ തൊട്ടാൽ മതി. എനിക്ക് തല പെട്ടെന്ന് തുടരുത്. സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ സ്റ്റാർട്ട് ചെയ്തോ? പെട്ടെന്ന് തുടരുത്. ചിലപ്പോ പേടിച്ചാലും ചേട്ടാ. എനിക്ക് ഇവിടെ വിശ്വാസം ഉണ്ട്. കുറച്ചുകൂടി കൊണ്ട് എനിക്കിവിടെ വിശ്വാസം ഉണ്ട്. പൊതുവെ സൂക്ഷിച്ചൊക്കെ തൊടാ. പൊക്കം എത്രയും വലിയ പൊക്കമൊന്നും ഇല്ല. എന്നാലും എനിക്ക് ഇവളുടെ കാര്യമായതുകൊണ്ടൊരു ഇല്ലേ. കുറച്ചുകൂടി അങ്ങോട്ട് പോകും. ഓക്കെ. എന്തിനീ അപ്പുറത്ത് പറഞ്ഞു ചേച്ചിയുടെ തൊടുന്നത്? ഇത് മണ്ണോ? കണ്ടുപിടിക്കും. മറ്റേ പെൻസിൽ വെട്ടിന്റെ സാധനല്ലേ? കണ്ടുപിടിച്ച്. കണ്ണു വന്നോ? കണ്ണു തുറന്നിട്ടൊന്നും കാണാൻ. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടായിരിക്കും ഒഴിച്ചെന്ന്? അയ്യോ, ഈ കണ്ണടിച്ച് പോയോ? ഓക്കെ ശരി. ശരിക്കും കണ്ണു കാണാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് എത്ര പോയിന്റ്? ഒരു പോയിന്റ്. എനിക്ക് സ്ക്രീനൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഐറ്റം വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് തൊട്ട് നോക്കണം. തൊട്ട് നോക്കിയിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് പതുക്കെ സൂക്ഷിച്ച് തൊട്ട് നോക്കണം. എനിക്ക് പേടിയാ. പേടിച്ചെന്ന് പറഞ്ഞ കാര്യമില്ല. നമുക്ക് വീഡിയോ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്നെ പിടിക്കുന്നത് എന്നെ പിടിക്കുന്നത് കല്ലാ. തൊട്ട് അയ്യോ, അങ്ങനെ
ബാലങ്കയാണോ? അല്ല, നോ. ഇത് മറ്റേ ഈ തേങ്ങയുടെ അത് തന്നെ ഈ പച്ച തുറന്നു നോക്കോ. തേങ്ങയുടെ ചകിരി. യെസ്, അപ്പൊ 2 points. 2 points. ഓക്കെ. പിന്നെ ബാലങ്കയും മേനോനും എന്തോന്ന് ബാലങ്കി മേനോനല്ല, ബാലങ്കി നായർ. എങ്ങനെ ഇരിക്കണം? എന്തായാലും മേനോൻ തന്നെയായിരുന്നു ബാലങ്കി നായർ. പറ്റിയ ഓക്കെ വെച്ചു. ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് ഡേഞ്ചർ ആണ്, എന്നാലും കുഴപ്പമില്ല, സൂക്ഷിച്ചൊക്കെ തുടങ്ങും. ഓക്കെ. ഓക്കെ, പതുക്കെ, പേടിക്കരുത്. ചാടും ചിലപ്പം, ചാടും ചിലപ്പം അനങ്ങും. തൊട്ടാ സൂക്ഷിച്ച്. ഞാൻ തൊടർത്തൊന്നും ഇതില്ല, ഞാൻ അല്ല ആലോചിക്കുന്നത്. അങ്ങോട്ടൊന്നും അല്ല. ഓക്കെ, എനിക്ക് ലെവല് കിട്ടുന്നില്ലടി. അടുത്തേക്ക് പെട്ടെന്ന് ഓടിയാ കാണാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പേടിക്കലടാ. ഞാൻ പറഞ്ഞ് ഓടിപ്പോയത്, ചാടും അത്. സൂക്ഷിച്ച് സൂക്ഷിച്ച്. എന്തോന്നും എനിക്ക് അറിഞ്ഞൂടാ. വൃത്തിയായിട്ട സാധനം കൊണ്ട് വെച്ചതാണ്. എന്റെ കയ്യിലെടുത്തതിന് ശേഷം അയ്യോ, എന്തോ ഇത് ബണ്ണ് വല്ല ആണോ? കണ്ണു തുറന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ഒക്കെ എന്തെങ്കിലും ചെയ്യണം. ഉണ്ടോ? എന്റെ കണ്ണടിച്ചു പോയി. അപ്പൊ എന്തായാലും 2 points. കുറച്ച് സമയം എടുത്തു. ഓക്കെ, അപ്പൊ ലാഗ് ആവുന്ന രണ്ട് ചാലഞ്ച് അല്ലേ? ഞാൻ ആരെടുത്ത് എവിടെ നോക്കി പറയുന്നു? ഇവിടെ ആണെന്ന് തോന്നി. അപ്പം രണ്ടാമത്തതിന് രണ്ടാമത്തെ പോയിന്റ് കിട്ടി. ഓക്കെ, 2 points. ഇത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കേട്ടോ തൊടാൻ. നോക്കൂ, ഒന്നെങ്കിൽ നിനക്ക് തലയെ തൊടാം, അല്ലെങ്കിൽ വാലി തൊടാം. ഏതെങ്കിലും ഒന്നിന് തൊടാം. തലയെ തൊടുന്നതാണോ വാലി തൊടുന്നതാണോ നല്ലത്? നീ തന്നെ നോക്കൂ. അതെവിടെ അത് കാണിച്ചു തന്നാൽ അതാണ് നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ഇൻകേസ് അറിയാതെ തല്ലിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കടി കിട്ടും. പറയാൻ പറ്റത്തില്ല. മറ്റേ ഓന്ത് വല്ലതായിരിക്കും നമുക്ക്. സ്വന്തം ബാൻഡിന്റെ വള്ളി കണ്ട അറിഞ്ഞൂടാത്ത ഇവളെയൊക്കെ ഞാൻ എന്തോ എടുത്തിട്ട് പറ്റിക്ക്. നോക്ക് എന്നെ എന്തിനു പിടിക്കുന്നത്? നീ ഞാനല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ചേച്ചി വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ. ഇവിടെ നോക്കുമ്പോ എന്റെ ആക്സിഡന്റ് ആയിരിക്കും. റൂബി, അയ്യോ എന്ത് എവിടെ സാധനം? അടുത്തെത്താറായി. ഇപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് എന്റെ ഹാർട്ട് അറ്റാക്ക് വരും. ടേബിളാണ് അടിക്കുന്നത്. അത്രയ്ക്ക് വലുതൊന്നും അല്ല, ചെറുതനെയും പിടിച്ചോണ്ട് വരാലോ. എനിക്ക് വയറോ വയറുപോലൊക്കെ ഇരിക്കും. വയറുപോലിരിക്കുന്ന പല ജീവികളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അത് പിടയ്ക്കുന്നേ. അത് അവനെ കുലുക്കി കഴിയാതെ പിടയ്ക്കത്തില്ലേ? നടുക്ക് വന്ന് തലയിൽ വാലിലൂടെ പിടിച്ചോ. ചെടിയുടെ വള്ളി, മണി പ്ലാന്റിന്റെ അല്ലേ? യെസ്. എത്ര പോയിന്റ്? 3 പോയിന്റ്. സക്സസ്ഫുള്ളി ഞാൻ 3. ഇത് ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ച് പറിച്ചോണ്ട് വന്ന സാധനമാണ്. അതെ അതെ. പക്ഷെ ഇത് ഇത്ര നേരം ഞാനിട്ട് കറക്കിച്ചില്ലേ. ഇതാണ് കൂട്ടത്തിൽ കുറച്ച് വിഷമുള്ള ഒരു സാധനം. അപ്പൊ ഇത്ര തന്നതും വിഷമല്ലായിരുന്നു. അതുകൊണ്ട് ഇതിന് പൊക്കം ഉണ്ടോ? ഇല്ല, പൊക്കമൊന്നുമില്ല. ഇതിനും പൊക്കത്തിലല്ല. എന്നെ തൊടരുത്.
അയ്യോ അതെന്തോ ഒരുമാതിരി ഇരിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പറയാം കേട്ടോ, സമയം പോകുന്നു. കണ്ടുപിടിക്കാൻ പറ്റില്ല, പാസ് വരാവുന്നതാണ്. പേപ്പർ നനച്ചുകൊണ്ട് വെച്ചേക്കുന്നത്. അതാ യെസ്, കണ്ടോ? യെസ്, ഞാൻ വെച്ച് വേറെ എന്താണ്ട് ബുദ്ധി ബാത്റൂമിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ചുകൂടി കൂടുതൽ സമയം എടുത്ത് 2 പ്രാവശ്യം 2 സമയം എടുത്തട്ടോ. ഓക്കെ ഓക്കെ, 3 റൗണ്ടിൽ 2 പ്രാവശ്യം സമയം എടുത്തെടുക്കും ആണ്. ശരി, സമ്മതിച്ചു. പക്ഷെ 3 പോയിന്റ് കിട്ടി. ഓക്കെ, ഇത് വേറൊരു ഐറ്റം ആണ്. ചിലപ്പോ വേദനിക്കും, ഇത്രേ ഉള്ളൂ. ഷോക്ക് അടിക്കുന്നല്ലോ ഇരിക്കുന്നത്. ചിലപ്പോ തൊടുന്നവർക്ക് അറിയാൻ പറ്റില്ല, ചിലപ്പോ ചോക്കടിക്കും. തൊട്ട് ഇത് റബ്ബറാ. ഇതൊക്കെ അവള് കണ്ടുപിടിക്കും. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു പേടി വരണമല്ലോ, അതിലാണ് കാര്യം. ഓക്കെ, വെച്ച് വെച്ചോ? ഓക്കെ. അത്രയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു സൂക്ഷിക്കുന്നത് നല്ല, കുറച്ചങ്ങോട്ട് ഒന്നും ചെയ്യത്തില്ല ഇത് എന്നാണ് ഒരു നിഗമനം. ചിലപ്പോ സൂക്ഷിച്ചൊക്കെ. അയ്യ, ഇത് എന്തുവാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഷോക്ക് അടിച്ചെനിക്ക്. ചിലപ്പോ അടിച്ചേക്കാം. ഇത് ഞാൻ ആദ്യം എടുക്കാൻ വിചാരിച്ച സാധനമാണ്. പിന്നെ ഇതിന്റെ പെട്ടെന്ന് എനിക്ക് എന്തോ വേണ്ടാന്ന് തോന്നിയതാ. ഇത് മറ്റേ സാധനല്ലേ, അമരക്ക. കണ്ടുപിടിച്ച് കണ്ണു തുറന്നു വേണമെങ്കിൽ. ഞാൻ ആദ്യം എടുക്കാൻ വിചാരിച്ചു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ ആദ്യം എടുക്കാൻ വിചാരിച്ച സാധനമാ. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലടി, ഒരു പുക. എന്തോ ചെയ്യാനാ, ഞങ്ങൾക്ക് ഒരേ മനസ്സാ. ഇനി ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ ഉള്ളൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇങ്ങനെ വെച്ചിട്ട്. ഓക്കെ, ഞാൻ ഇപ്പഴേ എന്നെ തന്നെ നേരെ കാണുന്നത് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഇതിന് 4ാമത്തെ പോയിന്റ്, 4 പോയിന്റ് കിട്ടി. 4. ഇത്തിരി സൂക്ഷിച്ച് തൊടണം. ചിലപ്പോ ഒരുമാതിരി വരും കേട്ടാ. പാവം ആ റൂബി ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നീ എന്തിനാ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്? എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ല നിനക്ക്. ഞാൻ വിചാരിച്ചോളൂ ഇത്ര ഇതായിട്ട് പണ്ടൊക്കെ ഞാൻ വിചാരിച്ചോളൂ ഇത്ര ഇതായിട്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അങ്ങ് തൊട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഇന്നലെ 5 പോയിന്റ്സും കിട്ടി. പക്ഷെ ഒരെണ്ണത്തിന് കുറച്ചുകൂടെ ലാഗ് എടുത്ത സമയം. ഏതാ? ഓക്കെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കുഞ്ഞു പോർഷൻ എന്റെ വെച്ചിട്ടുള്ളൂ. കാരണം വലുതായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അപകടമാണ്. വേണ്ട, എനിക്ക് നിന്നെ പേടിയാണ്. ഞാൻ ഒരു സാധനത്തിന്റെ മണ്ടയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ട് പേടിക്കരുത്. അതുപോലെ അതെന്തോ സാധനം. അറ്റൈം 2 സാധനം ഇതുവരെ നടക്കത്തില്ല. ഒരു സാധനം പറഞ്ഞ ബോഡി എനിക്ക് വലിയ കാലിക്കറ്റൊക്കെ വരും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല കൈ വെച്ച് തരാന്ന്. അതാ എന്തായിരിക്കും? തിന്നുന്ന വല്ലതും ആണോ? തിന്നുന്ന ആൾക്കാരുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഈ ലോകത്ത് വല്ലാതെ ഇപ്പൊ ആൾക്കാരുണ്ടല്ലോ. ഇത് തിന്നുന്ന ആൾക്കാരോ? എന്തോ സാധനം ഇത്? തൊട്ട് കാണിച്ചു. അയ്യേ എന്തിനാ? നല്ല സാധനമല്ലേ ഇത്? എന്തോ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. അതിനകത്ത് ഞാൻ വെച്ചേക്കാം. പഴത്തൊലി ആയിരിക്കും. ഗസ് കറക്റ്റ് ആണല്ലേ? അല്ല,
അല്ല കണ്ണു തുറന്ന് നോക്കോളൂ. കണ്ണു തുറന്നാ അയ്യോ ഞാൻ എന്തോ കേട്ടതില്ല കേട്ടത്. വാസലിൻ. വാസലിൻ. ഞാൻ തന്നെ വെച്ചത് എന്തോ സാധനം കയ്യിലൊക്കെ ഒരുമാതിരി ഞാൻ എനിക്ക് ഈ കണ്ണ് കാണാൻ വയ്യ. കയ്യിലൊക്കെ എന്തോ ഒരുമാതിരി വൃത്തികൾ. അതും അവിടെ ഒരു പേപ്പറിന്റെ മണ്ടയിലെടുത്ത് വെച്ച് ആ പേപ്പർ തന്നെ തൊടുമ്പോ വേറെ എന്തോ പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ റൗണ്ട് തോറ്റ്. ചേച്ചിക്ക് 4 പോയിന്റേ ഉള്ളൂ. 4 out of 5. അപ്പൊ അവക്ക് 5 പോയിന്റ്, എനിക്ക് 4 പോയിന്റ്. അതില് 2 എണ്ണം ലാഗ്. ഇത് അടുത്ത ചാലഞ്ചിൽ ഞാൻ നോക്കുമല്ലോ. അടുത്ത ചാലഞ്ചിൽ ഞാൻ ജയിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഈ ചാലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് ഞാനാണ്. ശരി, സമ്മതിച്ച്. കഴിഞ്ഞ ചാലഞ്ചിൽ ഞാനാ ജയിച്ചിരുന്നത്. ഇപ്പൊ ഈ ചാലഞ്ചിൽ അവള്. അത് എന്ത് സാധനങ്ങൾ ഇത്? ഞാൻ വിചാരിച്ചപ്പോ എന്തെങ്കിലും ഇപ്പൊ ഒരു ഐറ്റം, ഇതിപ്പോ ഇവള് ഇങ്ങനെയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറെ സംഭവങ്ങൾ. ബുദ്ധിയുണ്ട്. ഇത് ചെയ്യാന് ഇത് ഇരിക്കുന്ന കോലം നിങ്ങളൊന്ന് കണ്ട ഞാൻ കാണിച്ചു കൊടുക്കാം. കണ്ടാ? ഇതിനകത്ത് ഈ വാസല്ല, ഈ തുണിയാ. ആ തുണി ഒരുമാതിരി അവളിങ്ങനെ ഞാൻ നേരത്തെ എടുത്ത ഒരു പേപ്പർ കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഞെക്കിപ്പിഴി നേരത്തെ എടുത്ത പേപ്പറിൽ ഞാൻ കുറച്ച് വാസലിൻ എടുത്ത് വെച്ചതാണ്. ഓക്കെ, എന്നാലും കൊള്ളായിരുന്നു അല്ലേ? പിന്നെ കൊള്ളായിരുന്നു. എനിക്ക് പെട്ടെന്ന് ചില സമയത്തൊക്കെ നെഞ്ചിടിച്ച്. കാരണം പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ പറമ്പിലൊക്കെ പല സാധനങ്ങളും കിട്ടും. ഇനി ഇവൾ എന്തിനൊക്കെ എടുത്ത് വെച്ചേക്കെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും കണ്ണിനായിരുന്നു തീരുമാനം. സോ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടുന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും ഇവിടുന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പൊ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടെന്നുള്ള നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇനി എന്തൊക്കെ ചാലഞ്ചസ് കാണാനാണ് ആഗ്രഹം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്തേക്കുക. സോ കമന്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഉറപ്പായിട്ടും മറക്കരുത്. നമ്മുടെ വീഡിയോസ് കാണുന്നതിനകത്ത് ഏകദേശം 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത ചാലഞ്ച് കാണാം. Till then, bye.